സി ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി സി ജോർജ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണം കൂടി വരികയാണ്. ED കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ SIT ഇതിനിടെ ധൃതി പിടിച്ച് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ കേന്ദ്ര ഏജൻസിയുടെ വരവിനെ നോക്കിക്കാണുന്നത്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക എന്നതാണ് അതിന് ശരി. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് ഇതിനകത്ത് കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം CPMന്റെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇപ്പോൾ അറസ്റ്റിനകത്തായി കിടക്കുക. യഥാർത്ഥത്തിൽ ജനം സംശയിക്കേണ്ട മുഖ്യമന്ത്രി ഒരു പ്രതിയാണോ എന്ന്. മുഖ്യമന്ത്രി മാത്രമല്ല, ദേവസ്വം മന്ത്രിമാരായിരുന്ന ആളുകളൊക്കെ ഇത് പ്രതിയായി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കടകംപള്ളി കണ്ടില്ലേ ഓടി കിടക്കുന്നത്. ആ നിലയ്ക്ക് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. ഇവിടുത്തെ ലോക്കൽ അന്വേഷണം ശരിയല്ല. അതുപോലെ കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമായിട്ട് ഞങ്ങൾ ആരും കുറ്റം പറയാറ്. വളരെ വ്യക്തമായ കാഴ്ചപ്പാടോട് ഞങ്ങൾ പറയട്ടെ, ഇത് CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചാൽ മാത്രമേ NIA തന്നെ അന്വേഷിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ സ്വർണവും കൊള്ളയടിക്കാനുള്ള നീക്കം നടക്കുന്നത് ദൈവവിശ്വാസം ഇല്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊള്ളയടിക്കുക മാത്രമല്ല, ഇത് മോഷണമാണ്, പിടിച്ചുപറിയാണ്. മോഷണവും കൊള്ളയും പിടിച്ചുപറി ഇതെല്ലാം ചേർന്നാണ് ഈ കേസ്. വളരെ ശക്തമായ അന്വേഷണം തന്നെയാണ് എന്റെ അഭിപ്രായം. കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. യാതൊരു സംശയമില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അകത്താകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാണാനുള്ള അവസരം കേരളത്തിൽ ജനങ്ങൾ കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പി സി ജോർജ് ചോദിക്കുകയാണ്, ഇതോടൊപ്പം ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ തന്ത്രി ചോദ്യമുനയിലുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ പോറ്റിയെയും തന്ത്രിയെയും കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഈ ഘട്ടത്തിൽ തന്ത്രി ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു അന്തിമമായ ഒരു നിഗമനത്തിലേക്കൊന്നും എത്തുക സാധ്യമല്ല. എങ്കിൽ പോലും ചോദിക്കുകയാണ്, ഈ ഒരു ധൃതി പിടിച്ചുള്ള SITയുടെ നീക്കത്തിൽ അത് നമ്മളൊരു സ്വാഭാവിക നടപടിയായി കണ്ടാൽ മതിയോ? മതിയല്ലോ. അന്വേഷണം നടക്കുമ്പോൾ ആരൊക്കെ കുറ്റക്കാരനാണോ അവരെല്ലാം അറസ്റ്റ് ചെയ്യണ്ടേ. അത് തന്ത്രിന്നോ ഇനിയാണെന്നോ വ്യക്തിയെന്നോ മുഖ്യമന്ത്രിന്നോ ഒന്നുമില്ല. അന്വേഷണം നടക്കട്ടെ. ഞാനിപ്പോ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ മനസ്സിൽ എനിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളതാണ്. പക്ഷെ പറയുന്നത് ശരിയല്ലാത്തത് പറയുന്നില്ല. തന്ത്രി അല്ല ആരുണ്ടെങ്കിലും അവരൊക്കെ അറസ്റ്റ് ചെയ്തകത്ത് പോകണം. ദൈവവിശ്വാസത്തെ വഞ്ചിക്കുക, വിശ്വാസത്തെ വഞ്ചിച്ച് കൊള്ളയടിച്ച് സ്വത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന കശ്മൽ കൂട്ടം ആരാണോ അവരിന്ന് അകത്ത് വരണം. അത് കേരളത്തിലെ ദേവസ്വത്തെ ബോർഡ് മാത്രമല്ല, ശബരിമല മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ സ്വർണ്ണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമ്മുടെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൊള്ള നടന്നിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യം. കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം.